ഹായ്, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് പ്രജിൻ സയൻസ് ലാബ്. കഴിഞ്ഞ ആഴ്ച ശാസ്ത്ര ദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ CV രാമൻ ആരായിരുന്നു എന്നും രാമൻ എഫക്റ്റ് എന്തായിരുന്നു എന്നൊക്കെ നമ്മളൊരു നിരീക്ഷണം നടത്തി അതെന്താണെന്ന് മനസ്സിലാക്കി. പ്രത്യേകിച്ചും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ് രാമൻ എഫക്റ്റ് എന്ന് ആ നിരീക്ഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടി പ്രേക്ഷകർ ചോദിച്ചു, ചെറിയ ക്ലാസ്സിൽ LP UP വിഭാഗക്കാർക്കൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് വളരെ ലഘുവായ ഒരു പരീക്ഷണമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ചില തത്വങ്ങൾ അപ്ലൈ ചെയ്യുന്ന വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അപ്പോൾ നേരെ നമ്മൾ ആ എക്സ്പെരിമെന്റിലേക്ക് കടക്കുകയാണ്. ഇത് എൻ്റെ കയ്യിൽ കുറേ ബലൂൺസ് ഉണ്ട്. നിങ്ങൾക്കും ബലൂൺ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ബലൂൺ ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലൂടെ ഒരു ശാസ്ത്ര തത്വം നമ്മൾ കൂടുതലായി മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരു ബലൂൺ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഊതി വീർപ്പിക്കും. നമുക്ക് ഊതി വീർപ്പിക്കാം. യെസ്, അപ്പോൾ ഒരു ബലൂൺ നമ്മൾ ഊതി വീർപ്പിച്ചു കഴിഞ്ഞു. ശരിക്കും ശാസ്ത്രീയമായി പറഞ്ഞ ഈ ബലൂണിനകത്തേക്ക് നമ്മൾ വായു നിറച്ചു കഴിഞ്ഞു, അല്ലെ? വായു നിറച്ചിരിക്കുകയാണ്. നമ്മളിതിനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വായു പുറത്തു പോകാതെ ബലൂണിനകത്ത് തങ്ങി നിൽക്കുകയാണ്. നമ്മളിത് മെല്ലെ ലൂസാക്കി കഴിഞ്ഞാൽ വായു പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പോകാനുള്ള കാരണം എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? സ്വാഭാവികമായിട്ട് നമ്മൾ വായു നിറയ്ക്കുമ്പോൾ അകത്തുള്ള വായു അതിന് മർദ്ദം കൂടുതലാണ്, പുറത്തിരിക്കുന്ന വായു മർദ്ദം കുറവാണ്. സ്വാഭാവികമായിട്ടും മർദ്ദം കൂടിയ ഇടത്തു നിന്നും ഒരു തള്ളൽ, ഒരു പുഷിംഗ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പുറത്തേക്ക് ഇങ്ങനെ വായു പോകുന്നത്. ഓക്കെ, അങ്ങനെ വായു പോകുന്നു. അതിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്: വായുമർദ്ദം കൂടിയ ഇടത്തു നിന്നും വായുമർദ്ദം കുറഞ്ഞ ഇടത്തേക്ക് വായു പെട്ടെന്ന് റിലീസായി പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരു ബലൂൺ കൂടി ഊതി വീർപ്പിക്കാം. യെസ്, രണ്ടാമത്തെ ബലൂൺ നമ്മൾ ഊതി വീർപ്പിച്ചു. പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ? നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ബലൂണിനകത്ത് നിങ്ങൾക്ക് മറ്റൊരാളെ കാണാം. അതൊരു ചെറിയ ബോളാണ്. ഞാൻ തിരിച്ചു പിടിക്കുന്നു. ഒരു സ്റ്റാറ്റിക് പൊസിഷനിലേക്ക് അത് വരും. ഞാനിനി റിലീസ് ചെയ്യാൻ പോവാണ്. സ്വാഭാവികമായിട്ടും വായു അകത്തുണ്ട്, മർദ്ദം കൂടുതലാണ്, പുറത്തേക്ക് നല്ല സ്പീഡിലായിട്ട് വായു പോകണം. ഞാൻ റിലീസ് ചെയ്തെന്ത് സംഭവിക്കും എന്ന് നോക്കാം. വായു പോയില്ല. എന്താണ് ഇതിന് കാരണം? ഇനി ഒരു ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം: ഞാനിനി ഈ ബലൂണിനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ വായു പുറത്തേക്ക് പോകുമോ ഇല്ലയോ? ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് കുട്ടി പ്രേക്ഷകരുടെ ഒരു ഗസ്, ഒരു അനുമാനം? എന്തായാലും ചെയ്തു നോക്കാം എന്ത് സംഭവിക്കുന്നു എന്നറിയാലോ. നേരെ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ഒരു ബോൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് താഴേക്ക് വായു പോകുന്നില്ല. സ്വാഭാവികമായിട്ട് ഞാൻ മുകളിലോട്ട് പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ വായു പുറത്തേക്ക് പോകുമോ? നമുക്ക് നോക്കാം. ഇപ്പോഴും എയർ പുറത്തേക്ക് പോകുന്നില്ല. എന്താണ് ഇതിന് കാരണം? പ്രേക്ഷകർക്ക് പറയാമോ? സോ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സയൻസ് പ്രിൻസിപ്പിൾ ഉണ്ട്, അല്ലേ? വായുമർദ്ദം അത് അത്രമാത്രം പവർഫുൾ ആണ് എന്ന് മനസ്സിലാക്കുന്നതാണിത്. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? എന്തായാലും വായുമർദ്ദം കുറഞ്ഞ ഇടത്തേക്ക് അകത്തുള്ള കൂടിയ മർദ്ദത്തിലുള്ള വായു ഒരു പുഷിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. അതവിടെ ഒരു ബോൾ വെച്ച് അതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്നാലും ആ വായു കൃത്യമായ ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് ആ ബോളിൽ പോലും, അതിനെ ഒന്ന് മാറ്റാൻ. പക്ഷെ ചെറിയ വിടവായതുകൊണ്ട് അതിനെ ബോൾ പുറത്തേക്ക് പോകുന്നില്ല, അതങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. ഇനി എപ്പോഴായിരിക്കും വായു പുറത്തേക്ക് പോവുക? അതിന് നമ്മൾ എന്തെങ്കിലും ഒരു എനർജി, അതിപ്പോൾ ഒരു അടിയാവാം, അല്ലെങ്കിൽ ഒന്നും മുട്ടിയാൽ മതി, ഒരു എനർജി ഈ ബോളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബലൂണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് റിലീസായി പോവുകയും ചെയ്യും. എങ്ങനെ? അപ്പൊ ഇത് വളരെ സിമ്പിളായൊരു എക്സ്പെരിമെന്റ് ആണ്. എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും വീട്ടിൽ പരീക്ഷ നോക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. അതിലൂടെ വായു എന്താണ്, വായുമർദ്ദം എന്താണ്, വായുമർദ്ദം എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക, ഇതെല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ നാളെ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു സയൻസ് പ്രിൻസിപ്പിളുമായി. ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.